മറ്റൊരു കാര്യമുള്ളത്, ഈ PCOD ഉള്ളവർക്ക് അത് ഭേദമാക്കിയാൽ മാത്രമേ ഗർഭം ധരിക്കാനാവൂ എന്ന് ഉള്ളത്, അത് ശരിയാണോ? അപ്പോൾ അവർക്ക് ഈ ഇത് പൂർണ്ണമായും മാറിയ ശേഷം മാത്രമേ ഗർഭം ധരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ? ഇല്ല. അതായത് PCOD ഉള്ള ആൾക്കാരിൽ നമ്മൾ കാണുന്നതാണ് അവര് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു റിസ്ക് ഉണ്ട്. കാരണം എന്ന് പറയുന്നത് അവരുടെ ഫെർട്ടിലിറ്റി പീരീഡ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് സൈക്കിൾസ് കുറച്ച് ഇറഗുലർ ആയിട്ട് വരുന്നത് കൊണ്ട് ഡിലേ ആയിട്ടുണ്ടാവും. അതേപോലെയുള്ളതാണ് ഈ ആൻഡ്രജന്റെ ഹൈപ്പർ ആക്ടിവിറ്റിയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പൊ നമ്മുടെ 8 സൈക്കിൾ റെഗുലറൈസ് ചെയ്യുക, അതേപോലെ തന്നെ ഓവുലേഷൻ പ്രോപ്പറായി നടക്കുക എന്നുള്ളത് എൻഷുർ ചെയ്യാനുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഹോർമോൺ ടാബ്ലറ്റും സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗർഭധാരണത്തിന് വേണ്ടിയിട്ടുള്ള ഫർദർ ചികിത്സയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അല്ലാതെ PCOD കംപ്ലീറ്റ് ആയിട്ട് മാറണം അല്ലെങ്കിൽ കംപ്ലീറ്റ് കൺട്രോൾഡ് ആവണം എന്ന് ഇല്ല.